എന്തൊരു നാടാ സാറേ. 7 കുടിവെള്ളം കിട്ടാനില്ല. ഒത്തിരി ഓടിയിട്ടാ കിട്ടിയത്. ഇവിടുത്തെ വെള്ളം കുടിക്കാൻ കൊള്ളൂല, നീ എന്നല്ലേ പറഞ്ഞത്? കുടിക്കാൻ വേണ്ടി കുപ്പിളിക്കാൻ കൊള്ളുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. എന്റെ പൊന്നോ, എന്തൊരു നാട്ടുകാരാ സാറേ ഇത്. ഒറ്റ ഒന്നതിന് നാണോ ഇല്ല, മാനോ ഇല്ല. ഞാൻ നോക്കുമ്പോഴേ അപ്പുറത്തെ പറമ്പിന് തൂറുന്നു. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. നീ പറമ്പിൽ വെളിക്കിരുന്നിട്ടുണ്ടാ? വെളിക്കിരിക്കേ എന്ന് വെച്ചാ കുത്തിയിരുന്ന് തൂറിയിട്ടുണ്ടെന്ന്. അയ്യേ, സാറ് ഉണ്ടോ? പണ്ട് നേരെ ചെറുപ്പത്തില്. അതിന്റെ ഒരു സുഖമൊന്നും വേറെ തന്നെയാ മോനെ. സാറേ വണ്ടി വന്നു. ആരാപ്രസർ UV ട്രീറ്റഡ് ഓസോണൈസ്ഡ്. തോട്ടീന്ന് വെള്ളം പിടിച്ച് കുപ്പിക്കകത്താക്കി ISAമാർക്ക് ചറക്കിരിക്കുക പന്നന്മാര്. சார் டீ சாப்பிடுங்க சார். இவங்களை கோர்ட்ல ப்ரொடியூஸ் பண்ணணும் இல்லையா? அதே. ஏயா அந்த பசங்களுக்கு எதுவும் கொடுத்தியா? ஆமாங்க ஐயா, கொடுத்தாச்சு. சரி. போலாமா சார்? வாங்க. ஹலோ. உங்க நாட்டில் மட்டும் ஏன் இவ்வளவு கொலைகள் நடக்குது? யங்ஸ்டர்ஸ் தான் எல்லாத்துலயும் அக்யூஸ்டா இருக்காங்க. பொலிட்டிக்கல் மர்டர்ஸ் தான் ரொம்ப ஜாஸ்தி. நான் சொல்றது கரெக்ட் தானே? ஜோனல் ஹோம்க இங்கேயும் நிறைய ஜாஸ்தி இருக்கு. ஆனா ரொம்ப ஸ்ட்ரிக்ட், யாரும் தப்பிக்க முடியாது. കുട്ടികളല്ലേ സാറേ, പാറി നടക്കേണ്ട പ്രായത്തിൽ അടച്ചിടുകയല്ലേ. അവർക്കൊരു അവസരം കിട്ടുമ്പോ അവര് കൂടിന് വെളിയിൽ ചാടും. ഓ വാങ്ങ സാർ. போலாமா சார்? താങ്ക് യു സാർ. சரி சார். ഓക്കെ ஓகே. கம். ചക്കിന് വെച്ചത് ഒക്കിനും കൊണ്ടു അല്ലേ സാറേ? മുട്ടയെന്ന് വിരിഞ്ഞില്ല, അതിന് മുന്നേ തുടങ്ങി. ഇത് നമുക്ക് പണിയാ സാറേ. നമുക്ക് പണിയുണ്ടാക്കാനല്ലേ കള്ളനും കൊലയാളിയൊക്കെ. ഇവരില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ പണി? അതും ശരിയാ.
പറയണ പോലെ ഒന്നുമല്ലട്ടാ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിങ്ങനെയൊന്നും ആയിരുന്നില്ല. ഓർമ്മ വച്ച കാലം മുതൽ വേറൊരു ലോകത്തായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങയെന്ന് വെച്ചാൽ ആരോരും ഇല്ലാത്ത കുറേ പിള്ളേര്. ഇവിടെ എന്നെപ്പോലെ വേറെയും പാവം പിടിച്ച കുറേ എണ്ണങ്ങളുണ്ട്. ബീഡിമത്തായും ചട്ടൻ നസീറും മാമോയും ഒക്കെയാണ് ഇവിടുത്തെ കിലാടികൾ. ഈ കാണുന്നതൊക്കെ ഉമാരുടെ ചെറിയ നമ്പറുകളാണ്. ഇങ്ങേരാണ് ഞങ്ങളുടെ കെയർടേക്കർ. എന്ന് വെച്ചാൽ നോട്ടക്കാരൻ. ഭയങ്കര സാധനവും. വെറുതെ എല്ലാത്തിനെയും പിടിച്ച് അടിക്കും. எந்த சாரே குடிக்க மாட்டேன்னு நினைச்சியா? நாங்கள் எல்லாம் நினைச்சதுதான் முடிப்போம், முடிப்பதுதான் நினைப்போம். வாங்கடா. ഇവനാണ് ബാലു. സിനിമയിലേക്ക് കയറണമെന്നൊക്കെ പറയണത്. വിജയിനെ പോലൊരു നടനായി വിലസണം. അതാണ് പുള്ളിയുടെ ആശ. നടക്കുമെന്നറിയാൻ പാടില്ല. ഇത് ഓട്ട മത്സരമൊന്നും അല്ലട്ടാ, രക്ഷപ്പെടാനുള്ള ഓട്ടമാണ്. ഈ ഓട്ടക്കാരൻ ആരാന്നറിയോ? ഞാനാണ് മുസ്തഫ എന്നാണ് ശരിക്കും പേര്. ഉമ്മയും ബാപ്പയും മരിച്ചപ്പോൾ കൊച്ചാപ്പയും ഇവിടെ കൊണ്ടതാക്കിയതേ. ഈ പല്ലിഞ്ഞിരിച്ച് പുറകെ വരുന്ന കറമ്പനാരാന്നറിയോ? ഇപ്പം മനസ്സിലായി അല്ലേ? ഇച്ചിരി കൂടിയ പുള്ളിയാണ്. പേര് രാജു. വന്നിട്ട് മാസങ്ങളായിട്ടുള്ളൂ. ഇവിടത്തെ ടോപ്പ് കിലാടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മിക്കവാറും ഇന്നത്തെ കാര്യം പോക്കണം. ഇവനാണ് അനന്തൻ. ഞങ്ങളുടെ കൂട്ടത്തിലെ കുട്ടൻ നമ്പുരാനാണ്. കൂട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാണ്ടല്ല, അല്ല കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? ഇവർ ഈ എത്തി നോക്കി കാണുന്നതേ ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന ചവിട്ട് നാടകത്തിലൊരു സീനാണ്. സൂപ്രണ്ടും കെയർ ടേക്കറുമാണ് മെയിൻ. മറ്റ് കഥാപാത്രങ്ങളാവുന്നത് ഞങ്ങൾ.
മൊട്ടനിടിയായിരുന്നു സാർ. എല്ല് പൊട്ടിയവൻ്റെ ഒച്ച കേട്ടോ എന്നൊരു ഡൗട്ട്. ഇന്നലത്തെ വരെ ഇടി വെച്ച് നോക്കുമ്പേ ഇവർക്ക് നല്ല പുരോഗതി ഉണ്ട്. ഇങ്ങനെ പോയാലേ ഇവരിവിടെ തന്നെ തമ്മിൽ തല്ലി ചാവും. ചാവട്ടടോ, അതോടെ തീരില്ലേ തലവേദന. തെരുവിൽ എത്ര പട്ടികൾ കടിച്ചു കയറി ചാവുന്നു? ആരെങ്കിലും തിരിഞ്ഞു നോക്കാറുണ്ടോ? ഇതിപ്പോൾ ഗതികേടിന് നമ്മുടെ ഡ്യൂട്ടിയായി പോയില്ലേ? ഇത് തുടങ്ങി വെച്ചതേ ഇവനാ, രാജു. നല്ല കാഞ്ഞ വിത്താണ് സാറേ. ഇങ്ങനെ പോയാലേ ഈ ഹോമ കൊണ്ടായി മാറും. നമ്മക്കും കിട്ടും പണി. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല സാറേ. ഇവന്മാരെ നന്നാക്കാൻ നിന്നാ നമ്മൾ വിടക്കാവത്തേ ഉള്ളൂ. ഒക്കെ പിഴച്ച വയറ്റിൽ ജനിച്ചതല്ലേ. എടുക്കട്ടെ. എടുക്ക്. നിന്റെ വില്ലത്തരങ്ങൾ അനന്തമായി നീളുകയാണല്ലോ. എന്താ ഇയാളിതേ തുടങ്ങി. ഇടക്കിടക്ക് കിട്ടണോണ്ട് ഞങ്ങൾക്ക് ഇത് പുത്തിരിയൊന്നുമല്ല. ഇതിനൊരു അവസാനം വേണ്ടേ? പണി തന്നേ അടങ്ങൂ എന്നുള്ളതാണെങ്കിൽ നിനക്കൊറ്റയ്ക്ക് ഞാനൊരു റൂം തരാം. നിനക്കത് കിടന്ന് പൂണ്ട് വിളയാടാം. സൂര്യപ്രകാശം പോലും കാണാതെ അതിൽ കിടന്ന് നിറയിക്കണോ? ആ, നന്നാവില്ലെന്ന് സ്വയം തീരുമാനിച്ചാൽ പിന്നെ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും രക്ഷയില്ലെന്ന് നിന്നെ കാണുമ്പോഴാണ് എനിക്ക് ബോധ്യമാവുന്നത്. മൊട്ടയെന്ന് വിരിഞ്ഞപ്പോഴേ തുടങ്ങി കള്ളും കഞ്ചാവ് കച്ചോടും. നിന്നെ സ്പെഷ്യൽ ഹോമിലേക്ക് അയച്ച ഏമ്മമാർ വിചാരിച്ചു ഇവിടെ വന്നാൽ നീ അങ്ങ് നന്നായി പോവുമെന്ന്. നിന്നെ ഇതുപോലെ തിരിച്ചയക്കാനും ഞാൻ വിചാരിച്ചാൽ മതി. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിങ്ങാ. ഉണ്ടി പൊള്ളിക്കാൻ തയ്യാറായിക്കോ. ഒറ്റ നിന്റെ സ്വഭാവം കൊള്ളില്ല. വെടക്കായി പോണ്ടാന്ന് വിചാരിച്ച് ഇത്തിരി സ്നേഹം കൊടുക്കാന്ന് വിചാരിച്ചാൽ അതിനിട്ട് താല്പര്യമില്ല. എങ്ങനെ നന്നാവാനാ? ഈ തൊഴുത്തിലല്ലേ വളരുന്നത്. വൃത്തിയായിട്ട സാധനങ്ങൾ നന്നാക്കാൻ പോകുമ്പോ തൊഴുത്തിന് ചവിട്ട് കൊള്ളാണ്ട് നോക്കണേ സുഖണ. ഞാൻ ഇന്നു മുതൽ നല്ല കുട്ടിയാണ്. ഞാൻ ഇന്നു മുതൽ തെറി പറയില്ല. അഴിക്കണ്ട, നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഒന്ന് പോടാ. അതെ, എന്നും മര തല്ലി മേടിച്ച് ഇവിടെ തന്നെ കഴിയാന്നാണ് നിങ്ങളുടെ വിചാരം? എടാ, നമ്മുടെ കുണ്ടി പഴിപ്പിക്കാനാണ് ഇവിടുത്തെ ഏമ്മമാർക്ക് ശമ്പളം കൊടുക്കണത്. ഈ മതിൽ കടന്നു കിട്ടിയ നമ്മ രക്ഷപ്പെട്ടു മച്ചാനെ. അല്ല, ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാനാ? രക്ഷപ്പെട്ടാൽ നമ്മൾ ഇങ്ങോട്ട് പോവാനാ? ഇതിലും വലിയ ജയിലിൽ നിന്ന് ആളുകൾ ചാടാനല്ലേ? അതിനൊക്കെ വഴിയുണ്ടാവും അല്ലേ? വഴിയില്ലെങ്കിൽ ഉണ്ടാക്കണം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ജീവിതം. അവിടെ സൂപ്രണ്ടില്ല, ചന്തി ഒഴിപ്പിക്കുന്ന ചോറിലുമില്ല. പുറത്തെത്തിയിട്ട് വേണം എനിക്കൊന്ന് ശ്വാസം വിടാൻ. പുറത്തെത്തണവരെ ശ്വാസം പിടിച്ചിരിക്കാൻ വേണ ചത്തുപോകണവിടെ. ഇവിടുന്ന് ചാടിയിട്ട് വേണം ഒരു സിനിമാക്കാരനാവാൻ. വിജയിനെ പോലെ ആവണം. ഓ, പിന്നൊരു അടിച്ചുപൊളി ജീവിതം അല്ലടാ. പിന്നെ നിന്നെ കാത്തിന്റെ പുറത്ത് സിനിമാക്കാരിക്ക് ഊന്നിക്കല്ലേ? ഒന്ന് പോടാപ്പ. എനിക്ക് കുറെ കാശുണ്ടാക്കണം. എന്നിട്ട് വേണം എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ കൊച്ചാപ്പയുടെ മുമ്പിൽ ചെന്നൊന്ന് നിൽക്കാൻ. ചെമ്പുണ്ടാക്കാനുള്ള പേടിയേ, പക്ഷെ ഒന്ന് വിചാരിക്കണം.